സകല മനുഷ്യരുടെ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യേശു ദൈവമാണോ? യേശു ദൈവമാണോ? യേശു ദൈവമാണെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഇത്യാദി ചോദ്യങ്ങൾ ചോദിക്കാതെ ഒരു ദിവസം പോലും ദാവാ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഉറക്കം വരികയില്ല. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള ക്വാളിറ്റിയും യേശുവിനുണ്ട്. എന്നാൽ അവർ വിശ്വസിക്കുന്ന അള്ളാഹുവിന് ആ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്കുണ്ടായിരിക്കുന്ന വിഷമമാണ് ഈ പറഞ്ഞു തീർത്തുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ ദൈവമായി സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സത്യക്രിസ്ത്യാനികൾക്ക് ഒരിക്കലും യേശു ദൈവമാണോ എന്ന് ചോദിക്കുമ്പോൾ അത് യേശു ദൈവമല്ല, ഞങ്ങൾക്കതൊരു പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്ക് സാധിക്കത്തില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൽ ആയിരിക്കുന്നവർ യേശു ദൈവമാണെന്ന് തന്നെ പറയും. ഖുർആൻ അനുസരിച്ച് അല്ലാഹു ദൈവമാണെങ്കിൽ ബൈബിൾ അനുസരിച്ചും യേശു ദൈവം തന്നെയാണ്. അതെ, ഖുർആൻ അനുസരിച്ച് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അല്ലാഹു ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു ബൈബിൾ അനുസരിച്ച് യേശുവും ദൈവം തന്നെയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന മുസ്ലിങ്ങൾ പറയും യേശുവിനെ ദൈവമാക്കാൻ ഖുറാനും വേണം എന്നായിരിക്കും. ഖുറാൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഖുറാനും വേണമെന്നല്ലേ? ആ ചിന്ത അങ്ങ് കൈവച്ചാൽ മതി കേട്ടോ. കാരണം മുഹമ്മദിൻ്റെ തന്ത്രമായിരുന്നു അല്ലാഹുവിനെ ദൈവമാക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വർഷങ്ങൾക്ക് ശേഷം വന്ന മുഹമ്മദിന് ആ നാട്ടിലുള്ള ക്രിസ്ത്യാനികളുടെ യഹൂദ മതത്തിൽ നിന്നും കേട്ടു മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് 360 അള്ളാഹുവിന് ദൈവിക പ്രാധാന്യം കൊടുത്ത് അതിനെ താരതമ്യം ചെയ്ത് ബൈബിളും ഒക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്തു? മുഹമ്മദ് അള്ളാഹുവിനെ ഒരു ദൈവമാക്കി മാറ്റി. ഏത് രീതിയിൽ? യേശുക്രിസ്തു ബൈബിളിനകത്ത് എന്തൊക്കെ ചെയ്തോ ആ രീതിയിൽ തന്നെ ഈ അള്ളാഹുവിനെയും മുഹമ്മദ് ദൈവമാക്കി മാറ്റി. അത് ഇദ്ദേഹത്തിൻ്റെ ധാരണ, മുഹമ്മദിൻ്റെ ധാരണ, ഈ മുഹമ്മദിൻ്റെ മരണത്തിന് ശേഷം പിന്നീട് ക്രിസ്ത്യാനിറ്റിയും തീർന്നു പോകും, ഇസ്ലാമും തീർന്നു പോകും എന്നുള്ളൊരു ധാരണയിലെങ്ങാനും ചിലപ്പോൾ അദ്ദേഹം ചെയ്തതായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ ധാരണകളെല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെ ഈ വളർച്ച വരെ എത്തിയപ്പോഴും ഞങ്ങൾക്ക് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര വ്യത്യാസമാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന sunna.com തന്നെയുള്ള ഹദീസുകളും മറ്റുള്ള പലതും നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്നും എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്തൊക്കെ പറയുമായിരുന്നു നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ sunna.com പോയി നോക്കാൻ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ പറയുന്നത് അല്ലാഹു ദൈവമാണ്, അല്ലാഹുവാണ് സകലത്തിനെ സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് സകലത്തിനെ നിർമ്മിച്ചത്, അല്ലാഹുവാണ് സകലത്തിൻ്റെയും പരിപാലകൻ. നിങ്ങളുടെ ദൈവമായ യേശു ഒരിക്കലും ദൈവമല്ല, ദൈവത്തിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഇല്ല, ദൈവമാകാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദാവാപ്രവർത്തകർ എന്ന് മുതൽ യേശുക്രിസ്തുവിൻ്റെ ദൈവികത എന്ന് പറയുന്ന വിഷയം അവരുടെ ഉള്ളിലേക്ക് കയറിയോ അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ കാലം മുതലേ ഈ പരിപാടി തുടങ്ങി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പും സത്യമായിട്ടും പറയാൻ പറ്റും യേശു ദൈവമാണ്. ഇനി ബൈബിളും ഖുറാനും വെച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. യേശു ദൈവമാണോ അല്ലാഹു ദൈവമാണോ? ഒന്നുകൂടെ പറയുന്നു, അല്ലാഹു ദൈവമാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചാൽ യേശുവും ദൈവം തന്നെയാണ്. അതിനൊരു മാറ്റമില്ല. ആദ്യനും അന്ത്യനും എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും വായിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 44 6 വാക്യം ഇങ്ങനെ പറയുന്നു, ഇസ്രായേലിൻ്റെ രാജാവായ യഹോവ, അവൻ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. യെശയ്യാവിൻ്റെ പുസ്തകം 44 6 വാക്യത്തിൻ്റെ അകത്ത് നമുക്കിത് വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്, വായിച്ചിട്ടുള്ളതാണ്. ഇതേ കാര്യം തന്നെ വെളിപ്പാട് പുസ്തകം 1 മുതൽ 18 വരെയുള്ള ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവിടെ കാണാം, അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ് തലയുള്ള വാൾ പുറപ്പെടുന്നു, അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു, അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. വെളിപ്പാട് പുസ്തകം 1 16 മുതൽ 18 വരെ.
പഴയ നിയമത്തിൽ ഞാൻ ആദ്യനും അന്ത്യനുമാണെന്ന് പറയുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേനും ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവരുമാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് യോഹന്നാനോട് പറയുന്ന കാര്യമാണിത്. ഇതേ കാര്യം തന്നെ ഖുറാനിലും പറയുന്നുണ്ട്. ഖുറാനിൽ പറയുന്നത് എവിടെയാണെന്നറിയാമോ? ഇരുമ്പ് എന്നുവെച്ചാൽ അധ്യായം 57 ഇരുമ്പ് അതിൻ്റെ 3 ഇങ്ങനെയാണ് പറയുന്നത്: അവൻ ആദ്യമേ ഉള്ളവനും അന്തിമനും എല്ലാത്തിനും മുകളിലുള്ളവനും ഏറ്റവും അടുത്തുള്ളവനുമാണ്. അവൻ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവനുമാണ്. ഇവിടെ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇവിടെ എഴുതി വെച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാവും, ഇല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാകുകയില്ല. ഇവിടെ പറയാണ് ആദ്യമേ ഉള്ളവനും അന്തിമനും മുകളിലുള്ളവനും അടുത്തുള്ളവനുമാണ്. അവൻ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവനുമാണെന്ന് ഇരുമ്പിൻ്റെ 3 പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് വർഷങ്ങൾക്ക് ശേഷം വന്ന മുഹമ്മദ് ആ നാട്ടിലുള്ള ക്രിസ്ത്യാനികളുടെ യഹൂദ മതത്തിൽ നിന്നും കേട്ട് മനസ്സിലാക്കിയത് വെച്ച് അള്ളാഹുവിനെ ദൈവമാക്കി. എന്നാൽ ഇത് നോക്കിയാൽ അറിയാം പണി കിട്ടിയത് എവിടെയാണെന്നുള്ളത്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെയും ഖുറാൻ്റെയും അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബൈബിളിൽ ഞാൻ ആദ്യനും അന്ത്യനും എന്ന് പറയുമ്പോൾ ഖുറാനിൽ പറയുന്നു അവൻ എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ സ്വയമായിട്ട് പറയുന്നു, ഞാനെന്ന് പറയുമ്പോഴത്തേന് ആരാണ്? ആ വ്യക്തി എന്ന് പറയുന്നത് ഞാൻ ആദ്യനും അന്ത്യനും എന്ന് പറയുമ്പോൾ ഖുറാനിൽ പറയുന്നു അവനാണെന്ന്. ഈ മലക്കിൻ്റെ ഓരോരോ കളികളെ നിങ്ങളത് മനസ്സിലാക്കുമ്പോഴത്തേനും വ്യക്തമായിട്ട് നിങ്ങൾക്കത് ബോധ്യമാകുന്നുണ്ട്. ഇനി അന്തിമ വിധി എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം ക്രിസ്ത്യാനികളും യഹൂദന്മാരും മുസ്ലിങ്ങളും എല്ലാവരും ചിന്തിക്കുന്ന ഒരു അന്തിമ വിധി എന്നുള്ളത്. അന്തിമ വിധിയെപ്പറ്റി ബൈബിളിനകത്ത് എന്തു പറയുന്നു എന്നുള്ളത് നോക്കാം. യേശു പറഞ്ഞു ഞാൻ ലോകത്തെ ന്യായം വിധിക്കുമെന്ന്. മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 32-33 പറയുകയാണ്: സകല ജാതികളെ അവൻ്റെ മുമ്പിൽ കൂട്ടും, അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചു ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. അവിടെ ന്യായവിധി അന്തിമ നാളിൽ ന്യായവിധിയെപ്പറ്റി അന്തിമ വിധിയെപ്പറ്റിയുള്ള കാര്യമാണ്. കാരണം ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും എന്നുള്ള കാര്യത്തിന്മേൽ വളരെ വ്യക്തമായിട്ട് സകല ജാതികളുമായിട്ടുള്ളവരെ ന്യായം വിധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതേ കാര്യം തന്നെ യോഹന്നാന്റെ സുവിശേഷം 5 അധ്യായം 26-27 ഇത് പറയുന്നുണ്ട്. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരം നൽകിയിരിക്കുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ആദ്യമേ ചെമ്മരിയാടുകളെയും കോലാടുകളെയും എന്തു ചെയ്യും? അത് നിർത്തും എന്ന് പറയുമ്പോൾ ഇതേ വാക്യം തന്നെ 2 കൊരിന്ത്യർ ലേഖനം 5 അധ്യായം 10 പറയുന്നു: അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഇവിടെയും വളരെ വ്യക്തമായിട്ടാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ സകല മനുഷ്യരും സകല ജാതിയിലുള്ളവർ വെളിപ്പെടേണ്ടത്. ഖുറാനിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് കേട്ടോ. തീർത്ഥാടനം എന്ന് പറയുന്ന അധ്യായം 22 അതിൻ്റെ തീർത്ഥാടനം 56-ാമത്തെ ആയത്ത് പറയണം: അന്നേ ദിവസം ആധിപത്യം അള്ളാഹുവിനായിരിക്കും, അവൻ അവർക്കിടയിൽ വിധി കൽപ്പിക്കും. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർ സുഖാനുഭവത്തിൻ്റെ സ്വർഗത്തോപ്പുകളിലായിരിക്കും. അപ്പോൾ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് വർഷങ്ങൾക്ക് ശേഷം വന്ന മുഹമ്മദിനോട് മലക്ക് പറയാണ് അള്ളാഹുവിന് മാത്രമാണ് അന്തിമ വിധിയുള്ളത്, അള്ളാഹുവിന് മാത്രമാണ് ന്യായവിധി ഉള്ളതെന്ന് പറയുമ്പോൾ യേശുവും ഈ മുഹമ്മദിനും കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു ന്യായവിധി ദിവസത്തിന്മേൽ യേശുവിനും അധികാരമുണ്ടെന്ന്. ഇതിലൂടെ യേശുവിൻ്റെ പ്രഖ്യാപനത്തിലൂടെ യേശു സ്വയം ദൈവമെന്ന് അവകാശപ്പെടുകയാണ്. ഇത് മുസ്ലിങ്ങൾക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടാണ് ഇത് കേൾക്കുമ്പോൾ. കാരണം ഇവരുടെ അള്ളാഹു എന്ന് പറയുന്ന ആ ദൈവത്തെ ഭൂമിയിലേക്ക് മുഹമ്മദ് റെഡിയാക്കി വെക്കുന്നതിന് മുമ്പേ 361 സ്ഥാനം അങ്ങോട്ട് ഉറപ്പിക്കുന്നതിന് മുമ്പും കാലങ്ങൾക്ക് മുമ്പേ ആര് പറഞ്ഞു? യേശുക്രിസ്തു പറഞ്ഞു, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ശിഷ്യന്മാർ പറഞ്ഞു. എന്നിട്ടും ഇവർക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. കാരണം അത് ഇവരുടെ ജീവിതത്തിൽ അതൊരു ഭയമായിട്ട് നിൽക്കുകയാണ്. ഈ അള്ളാഹുവിനെ അല്ല മുഹമ്മദിനെ വരെ ന്യായം വിധിക്കുന്നവനാണ് എൻ്റെ കർത്താവായ യേശുക്രിസ്തു. ഇനി ഏക സത്യം എന്ന് പറയുന്നത് ദൈവം മാത്രമാണെന്നാണല്ലോ പറയുന്നത്. സത്യമായത് ദൈവം മാത്രമേ ഉള്ളൂ. അത് ഒരുപോലെ എല്ലാവരും അംഗീകരിക്കുന്നതാണ് ദൈവവിശ്വാസികൾ. ബൈബിൾ പറയുന്നുണ്ട് യേശു സത്യമാണെന്ന്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു:
ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഈ പിതാവ് എന്ന് പറയുമ്പോഴത്തേനും ഉടനെ അള്ളാഹു ആണെന്ന് പറഞ്ഞിട്ട് ഈ വഴിക്ക് വരരുതേ. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു പിതാവെ എന്ന് വിളിച്ച് പറഞ്ഞതുപോലെ അബ്ബാ പിതാവെ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ലഭിച്ചുവെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവിനെ ഒന്ന് പിതാവെ ഒന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് അപേക്ഷിക്കുകയോ ചെയ്യുമായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനി ഖുറാനിൽ പറയാണ്, അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹു തന്നെയാണ് സത്യമായവൻ, അവൻ മരിച്ചവരെ ജീവിപ്പിക്കും, അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. 22-ാം അധ്യായം തീർത്ഥാടനം അതിൻ്റെ 6-ാമത്തെ ആയത്ത്. ഇവിടെയും മലക്ക് പറയുന്ന അള്ളാഹു സത്യമുള്ളവൻ ആണെന്ന്. യേശു സ്വയം പറയുന്നു ഞാൻ തന്നെ സത്യവുമാണെന്ന്. ഈ പ്രസ്താവനയിലൂടെ നിങ്ങളുടെ മലക്ക് പറഞ്ഞതും പ്രകാരം അള്ളാഹു ദൈവമാണെന്നുണ്ടെങ്കിൽ യേശുവും ദൈവം തന്നെയാണ്. യേശുവും ദൈവം തന്നെയാണ്. അതിനിപ്പോൾ എന്താ മാറ്റം? മലക്ക് വേറൊരാൾ വന്ന് മലക്ക് ഇടനിലക്കാരൻ നിന്ന് പറയുന്നത് കേട്ടുകൊണ്ട് അള്ളാഹു ദൈവമാണെന്നുണ്ടെങ്കിൽ യേശുവും ദൈവം തന്നെയാണ്. അടുത്ത മരിച്ചവരെ ഉയർപ്പിക്കുന്നത് ആര് എന്നുള്ളത് അവർ എപ്പോഴും മുസ്ലിങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്. അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുമാണ്. കാരണം മുഹമ്മദ് ഇതേപോലെ ഹദീസിൻ്റെ അകത്ത് കിടപ്പുണ്ട്, ബുഖാരിക്കകത്ത്. മുഹമ്മദ് ഒരു മരിച്ച ഒരാളുടെ അടുത്ത് നിന്നിട്ട് കബറ് തുറന്നിട്ട് പുള്ളിയുടെ വായിലേക്ക് മുഖത്തേക്ക് തുപ്പിയിട്ട് പോലും അവിടെ ഒരു കാര്യം നടന്നില്ല. ഇവിടെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25-26 വാക്യം പറയണം, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25-26 വാക്യം പറയുകയാണ്, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും, കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. മരിച്ചവർ യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കും, ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കും. ബൈബിളിൽ ഇനി അതിൻ്റെ വാക്യങ്ങൾ വേറെ ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 39, 40, 41 പറയുകയാണ്, അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെക്കുറിച്ച് പിറുപിറുത്തു. ഇവിടെയും യേശുക്രിസ്തു തന്നെയാണ് പറയുന്നത്, ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയ ഒരാളുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഇനി യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 24-27 വായിക്കുമ്പോൾ, മാർത്ത അവനോട് ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഊവ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ടറിയാം, യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കും, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ദൈവപുത്രനായ യേശുക്രിസ്തുവിന് പറ്റും. യേശു ദൈവമായിരിക്കാൻ അത് സാധിക്കുമെന്ന് തന്നെയാണ്. ഇതേ കാര്യം ഖുറാനിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ്. 22-ാം അധ്യായം തീർത്ഥാടനം അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹു തന്നെയാണ് സത്യമായവൻ, അവൻ മരിച്ചവരെ ജീവിപ്പിക്കുകയും അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. അന്ത്യസമയം വരിക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. ഖബറുകളിലുള്ളവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. തീർത്ഥാടനം എന്ന് പറയുന്ന അധ്യായത്തിൻ്റെ 6-7 ആയത്താണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന അള്ളാഹു ആണെന്നാണ് മലക്ക് പറയുന്നത്. എന്നാൽ യേശു പറയുന്നു ഞാൻ ഉയർപ്പിക്കും എന്നാണ്. യേശു പറഞ്ഞത് അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു എന്ന് മലക്ക് പറയുമ്പോൾ യേശു തന്നെ സത്യദൈവമല്ലേ? അള്ളാഹു പറയുമ്പോഴത്തേനും അള്ളാഹു അല്ലാതെ അള്ളാഹുവിന് ഇടയ്ക്ക് നിൽക്കുന്ന മലക്ക് വന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ പറയുന്നു, ഓ സത്യദൈവം അള്ളാഹു തന്നെ, സത്യദൈവം അള്ളാഹു തന്നെ. യേശു നേരിട്ട് പറയുന്നു ഞാൻ തന്നെ അവരെ ഉയർപ്പിക്കും. അതവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, അങ്ങോട്ട് ചേർത്ത് വരാൻ പറ്റത്തില്ല. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, വല്ലാത്ത വിഷമമാണ്. ഭയങ്കര വിഷമമുള്ള കാര്യം. യേശു ദൈവമാണെന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങോട്ട് ഭയങ്കര വിഷമമാണ്. പക്ഷേ ഇടനിലക്കാരനൊക്കെ നിന്നുകൊണ്ട് അള്ളാഹു അവൻ ദൈവമാണ്, ഇവൻ ദൈവമാണ്, അപ്പുറത്തേക്കുന്നവൻ ദൈവമാണെന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവൻ ഏകനാണ്, അള്ളാഹു ഏകനാണ്, അവൻ ഏകനാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്നാൽ ഞാൻ സത്യമാണെന്ന് യേശുക്രിസ്തു നേരിട്ട് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് യേശു പ്രവാചകനാണ്. യേശു
പ്രവാചകൻ മാത്രം, ഞാനൊരു പ്രവാചകൻ മാത്രമാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബൈബിൾ വാക്യം തരാമോ നിങ്ങൾക്ക്? ഞാനൊരു പ്രവാചകൻ മാത്രമാണ്, ഞാനൊരു പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം വന്നവനാണ് എന്ന് പറയുന്നൊരു വാക്യം തരാമോ? ഇനി പാപങ്ങളെ മോചിക്കുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ, ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 11 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചുകൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ചു തുറന്നു പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാരിരുന്നു. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവൻ ഒരുവൻ അല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ചു. അവനോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷാപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ ദൈവപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷാപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പാപത്തെ മോചിക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരം ഉണ്ടായിരിക്കെ ദൈവപുത്രന് ഇവിടെ കറക്റ്റ് അധികാരം. അതാ പക്ഷാപാതക്കാരനെ കൊണ്ടുവന്ന അവരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ കിടക്കുന്നവനേക്കാളിലും വിശ്വാസമായിരുന്നു എന്ത്? മേൽക്കൂര ഇളക്കി അതുവഴി താഴിലേക്ക് ഇറക്കിയ ആ 4 പേരുടെ വിശ്വാസം. ശരിയല്ലേ? 4 പേരുടെ വിശ്വാസം എന്താണ്? ആ വിശ്വാസം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കിടക്കുന്നവൻ എങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ ഈ കിടക്കുന്നവൻ പറയും, അല്ലെന്നുണ്ടെങ്കിൽ ഇവന് വേണ്ടി ആരിനി കിടന്നുകൊണ്ട് കഷ്ടപ്പെടാനാണ്? കട്ടിലെ കിടക്കയില്ല, അല്ലെ കിടക്കയില്ല, ഇവന് വേണ്ടി എന്തിനാണ് നമ്മൾ കഷ്ടപ്പെടുന്നതെന്ന് അവർ ചിന്തിച്ചില്ല. ആ 4 പേരുടെ ചിന്ത ഇവന് സൗഖ്യമാകുക എന്നുള്ള ഉറപ്പായിരുന്നു. അതെ, ഞങ്ങളുടെ വിശ്വാസം അതാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഏത് കാര്യത്തിന്മേലും സൗഖ്യമാകും. ഇതേ കാര്യം ഖുറാനിൽ 3-ാം അധ്യായം ഇമ്രാൻ കുടുംബം അതിൻ്റെ 135-ാമത്തെ ആയത്തിൽ പറയാണ്, വല്ല നീചകൃത്യവും ചെയ്തു പോയാൽ അഥവാ സ്വന്തത്തോട് തന്നെ വല്ല ദ്രോഹവും ചെയ്തു പോയാൽ അല്ലാഹുവെ ഓർക്കുകയും തങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് തേടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പാപങ്ങൾ പൊറുക്കുവാൻ അല്ലാഹു അല്ലാതെ ആരാണുള്ളത്? ചെയ്തു പോയ ദുഷ്പ്രവൃത്തിയിൽ അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കാത്തവരുമാകുന്നു അവർ. ഇവിടെ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഖുറാൻ പ്രസ്താവനകൾ അല്ലാഹു മലക്ക് വഴി നടത്തിയ അവകാശവാദങ്ങളെല്ലാം തന്നെ 500 വർഷങ്ങൾക്ക് മുമ്പേ ക്രിസ്തു ബൈബിളിൽ അവകാശപ്പെട്ടതാണ്. എന്നാൽ കാലങ്ങൾക്ക് ശേഷം ഖുറേഷികളിൽ നിന്ന് ഒരു പ്രവാചകനെന്ന് അവകാശപ്പെട്ടു വന്ന മുഹമ്മദ് എന്ന അറബി തൻ്റെ സ്വന്തം സൃഷ്ടിയായ അള്ളാഹു എന്ന ദൈവത്തിന് ചാർത്തി കൊടുത്തു. ഏത്? യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലായിടത്തും പുള്ളിക്ക് അങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു അള്ളാഹു ആണ് ദൈവം. ഇനി അള്ളാഹു പാപം മോചിച്ചു കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു ആദം. ആദം എന്ന് പറയുന്നത് ഇവരുടെ പ്രവാചകനാണ്, ആദ്യത്തെ പ്രവാചകൻ എന്ന് ഇവർ വിശ്വസിക്കുന്നു. സൂറ 2 പശു അതിൻ്റെ 30 മുതലുള്ള ഭാഗങ്ങൾ വായിച്ചു വന്നു കഴിഞ്ഞാൽ കാണാം, പാപം മോചിച്ചു കൊടുത്ത ആൾ പറയാണ് എല്ലാവരും ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോളാം. പാപങ്ങളെ മോചിച്ചു കൊടുത്ത ദൈവം പറയാണ് ഇവിടുന്ന് എല്ലാവരും ഇറങ്ങിപ്പോക്കോളാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തു എന്നേക്ക് ന്യായം വിധിക്കുന്ന ക്രിസ്തു ദൈവം. ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ പുസ്തകത്തിലുള്ള ആൾക്കാരെ നിങ്ങളുടെ പുസ്തകത്തിൽ അല്ലെങ്കിൽ ലോകത്തുള്ള മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ കൂട്ടിക്കെട്ടിയിട്ട് ഇത് ഞങ്ങളുടെ ദൈവമാണെന്ന് സ്ഥാപിക്കേണ്ട ഒരു ഗതികേട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല, വരത്തുമില്ല. പക്ഷേ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല. നിങ്ങളുടെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ നിങ്ങളുടെ ദൈവത്തെ ഒന്ന് നേരെ ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ദൈവത്തെ ഒന്ന് നേരെ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകത്തുള്ള സകല ഗ്രന്ഥങ്ങളും എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ അകത്ത് അള്ളാഹു ഉണ്ടോ എന്നിങ്ങനെ മറിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കണം. മുഹമ്മദ് ഉണ്ടോ, അള്ളാഹു ഉണ്ടോ, മുഹമ്മദ് ഉണ്ടോ, അള്ളാഹു ഉണ്ടോ, ലേലം വിളിയോട് ലേലം വിളി. ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. പിന്നെ ചില ആൾക്കാർ ഞങ്ങളുടെ പുസ്തകത്തിലുള്ള ആൾക്കാർ ആ പുസ്തകത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറേ എണ്ണം നടപ്പുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ അത് പിന്നീടുള്ള ഒരു വശമാണ്. ഞാൻ അംഗീകരിക്കുന്നില്ല. ഞാൻ പറയുന്നത് എൻ്റെ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അതിനപ്പുറത്തേക്കുള്ള പുസ്തകങ്ങളിൽ ഗ്രന്ഥമാക്കി ഉള്ള ഗ്രന്ഥങ്ങളിൽ അതിൻ്റെ അകത്തുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ സ്നേഹ ചർച്ചയായിട്ട് നടക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ അബദ്ധ കുഴിയിൽ പോയി വീണ് കിടക്കുകയാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ. എൻ്റെ കർത്താവ് യേശുക്രിസ്തുവിനെ പറ്റി ഇതര ഗ്രന്ഥങ്ങളുണ്ടെന്നുള്ള ഒരു ഇതൊന്നും എനിക്കില്ല, ഞങ്ങളെപ്പോൾ ഉള്ളവർക്കില്ല. കാരണം അല്ലെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സകല മനുഷ്യരും പാവങ്ങൾക്കായിട്ടുള്ളതെന്നുകൊണ്ട് നിങ്ങൾ കാണിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ആ വാക്യങ്ങളൊന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ കാര്യം
അല്ലാഹു ദൈവമാണ്, അല്ലാഹു ദൈവമാണ്, അവൻ ദൈവമാണ്, അവൻ പാപങ്ങളെ മോചിക്കുന്നു, ഇവൻ പാപങ്ങളെ മോചിക്കുന്നു, അവൻ സത്യമാണ്, അവൻ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ദൈവം ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പോടുകൂടി പറയാൻ പറ്റുന്നു, ഞങ്ങളുടെ ദൈവം പറഞ്ഞാൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനാകുന്നു, ഞാൻ അവരെ ഉയർപ്പിക്കും, എൻ്റെ ശബ്ദം കേട്ടാൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് വരും എന്നൊക്കെയാണ് പറയുക. അല്ലാതെ നിങ്ങളുടെ കൂട്ട് അവൻ, ഇവൻ, അപ്പുറത്തവൻ, ഇപ്പുറത്തവൻ എന്നൊന്നുമല്ല. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഇനി നിങ്ങൾ ചോദിക്കും ബൈബിളിൻ്റെ അകത്ത് യേശുക്രിസ്തു എവിടെയെങ്കിലും ഞാൻ ദൈവമാണ് നിങ്ങൾ എന്നെ ആരാധിക്കണം എന്നുള്ളത് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഇതേ ചോദ്യം ഒന്ന് തിരിച്ചു ചോദിച്ചോട്ടെ. യേശുക്രിസ്തു ബൈബിളിൻ്റെ അകത്ത് ദൈവമാണെന്ന് ആ ജനങ്ങൾക്കെല്ലാം ബോധ്യമായതുകൊണ്ടാണല്ലോ ഇവൻ ദൈവദൂഷണം പറയുന്നത് എന്തെന്നുള്ള ചോദ്യങ്ങൾ അവിടെ വന്നത്. ഇതേ ചോദ്യം ഒന്ന് തിരിച്ചു ചോദിച്ചോട്ടെ. അള്ളാഹു എവിടെയെങ്കിലും 114 അധ്യായമുള്ള ഖുറാൻ്റെ അകത്ത് എവിടെയെങ്കിലും അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് ഞാൻ ദൈവമാണ് നിങ്ങൾ എന്നെ ആരാധിക്കണം, ഞാനാണ് പ്രപഞ്ച സൃഷ്ടാവ്, ഞാനാണ് സകലതും സൃഷ്ടിച്ചവൻ, ഞാനാണ് സകലതും നിർമ്മിച്ചത് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിരിക്കുന്ന ഒരു ഖുറാനായത്ത് തരാമോ? അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞ ഒരു ഖുറാനായത്ത്. നിങ്ങൾക്കെല്ലാം നേരിട്ട് വേണമെന്നാണല്ലോ പറയുന്നത്. എല്ലാം നേരിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിട്ടുള്ള ഒരു മടിപെടുത്താം. ഈ അള്ളാഹു എവിടെയെങ്കിലും നിങ്ങളുടെ ഖുറാൻ്റെ അകത്ത് 1 മുതൽ 114 അധ്യായമുള്ള ഖുറാൻ്റെ അകത്ത് എവിടെയെങ്കിലും ഞാൻ ദൈവമാണ് നിങ്ങൾ എന്നെ ആരാധിക്കണം, ഞാനാണ് പ്രപഞ്ച സൃഷ്ടാവ് നിങ്ങൾ എന്നെ ആരാധിക്കണം, ഞാനാണ് സകലതും സൃഷ്ടിച്ചവൻ നിങ്ങൾ എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഖുറാനായത്ത് തരുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ അതൊന്ന് തരണേ. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഇത്രയും കാരുണ്യവാനായ ഒരു യേശുക്രിസ്തുവിലേക്ക് തിരിയാൻ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുന്നു. ലോകത്തിലെ സകല മനുഷ്യരും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ സത്യസുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്. ആ സുവിശേഷത്തിൽ വിശ്വസിക്കുക. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് ജീവനുള്ള ദൈവത്തിൻ്റെ വഴിയെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട്, നമുക്കൊരു നാൾ അവനോട് പാർക്കുവാൻ സാധിക്കും. ഇന്നിപ്പോൾ നിങ്ങളിവിടെ ഭയങ്കര തിരക്കാണെങ്കിലും ഇതിനേക്കാളും വലിയ തിരക്കാണ്. മുൻകിറിൻ്റെ നക്കീറിൻ്റെ അടിയൊക്കെ മേടിച്ച് സിറാത്ത് പാലത്തെ കൂടെ ഒക്കെ നടന്ന് അവിടെ ചെല്ലുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും നല്ലത് ജീവനുള്ള ദൈവത്തിൻ്റെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.